ഇന്ത്യത്തെ ആണുങ്ങൾ നോക്കും. ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ അമ്മായിമാർ, മരുമക്കൾ, മക്കൾസ്, അങ്ങനെ ഒരു ദിവസം മുമ്പാണ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ആക്കിയത്. പിന്നെ കണ്ണൂരുള്ള SECURA മാളാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഫുഡ് കോർട്ടിൽ കയറിയിട്ട് നല്ലോണം ഞണ്ടണം. അതായത് നമ്മളെ മെയിൻ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ദിവസം പിന്നെ മക്കൾസിനൊക്കെ ഇന്ന് ലീവാന്നല്ല, അങ്ങനെ നമ്മളെ എല്ലാ പെൺപടയാന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. കൃത്യം 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരോടും മാളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂട്ടി എടുത്ത് വരുന്നവരുണ്ട്, കാർ എടുത്ത് വരുന്നവരുണ്ട്, ബസ്സിന് വരേണ്ടവരുണ്ട്. എല്ലാവരും നാനാഭാഗത്തുനിന്ന് വരേണ്ടവരാന്ന്. തിരിച്ച് എല്ലാവർക്കും 4:30-5 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുകയും ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കാലത്തെ പോകുന്നത്. പിന്നെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ പോകാനുണ്ടായാൽ രാവിലെ തന്നെ തിന്നൽ പരിപാടി ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും കഴിക്കണേ, ബ്രേക്ക്ഫാസ്റ്റ്, അത് രാവിലെ തന്നെ ഞാൻ കഴിക്കും. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് ഒരുങ്ങാൻ തന്നെ നല്ല സമയം പിടിക്കും. അവിടെ പിന്നെ പോകാൻ നേരത്തെ ഞാൻ കുറച്ച് ഹോർലിക്സ് റെഡിയാക്കി എടുക്കുകയും ചെയ്യുന്നത്. പിന്നെ പുറത്തെല്ലാം പോകുമ്പോൾ നമ്മൾ വേഗം വീട്ടിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടി എന്തായാലും നോക്കണം. എന്നാലേ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഒരു റാഹത്തുണ്ടാവും വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഇവിടുന്ന് ഞാനും മക്കൾസും അനിയത്തിൻ്റെ മക്കൾസും പിന്നെ ഒരു അമ്മായി ഉണ്ട്, അതായത് മുതമാൻ്റെ മോൻ കെട്ടിയ പെണ്ണ്, അവൾ പകുതിക്കുന്ന് കയറും. ബാക്കി എല്ലാവരും അവിടെ എത്തും കേട്ടോ, അതായത് മാളിലെത്തും. കുറേ അമ്മായിമാരുണ്ട് കേട്ടാ. അപ്പോൾ പിന്നെ എന്താ പറയുക, കണ്ണൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ജില്ലക്കാരല്ല അമ്മായിമാരെന്ന് പറയുന്നത് ഉപ്പാൻ്റെ പെങ്ങന്മാറിയാന്ന് തോന്നുന്നല്ലേ, ഞാൻ അങ്ങനെയാണ് കേൾക്കാറ്. പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല, കണ്ണൂർ ഉമ്മാൻ്റെ ആങ്ങളെ കെട്ടിയ പെണ്ണിന് ആണ് പിന്നെ അമ്മായിമാരെന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിനെല്ലാം മക്കൾ കല്യാണം കഴിച്ച പെണ്ണിനെ അമ്മായിമാരെന്ന് വിളിക്കും. പിന്നെ അവരെ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ നമ്മളെക്കാട്ടും വയസ്സിന് കുറവായിരിക്കണം. അപ്പോൾ 2 വിധത്തിലുള്ള അമ്മായിമാരും ഈ ഒരു കൂട്ടത്തിലുണ്ട്. പിന്നെ അമ്മായിമാരെ കൂട്ടാണ്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഒരു തീരുമാനം എടുക്കാറ്. അമ്മായിമാരും മരുമക്കളും എല്ലാം കൂടി തന്നെയാണ് കേട്ടോ. അതൊരു രസമാണ്. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും അവരുണ്ടാവും, അവരില്ലാതെ പരിപാടി നമുക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഉമ്മാൻ്റെ അടുക്കള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മാൻ്റെ അടുക്കള ഭാഗത്തുള്ള സ്ഥലം കണ്ട വിശാലമായ സ്ഥലങ്ങൾ, അല്ലാ, വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാൻ. കുലക്കാതെ കുറേ വാഴകളുണ്ട്. അങ്ങനെ കുലച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഇല എനിക്ക് ആവശ്യം കഴിയുന്നുണ്ടല്ലോ, അതുണ്ട് ഇടയ്ക്കെല്ലാം വന്നിട്ട് പറിക്കാറുണ്ട്. ഇനി ഞങ്ങൾ നേരെ നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ഇന്ത്യത്തെ ആണുങ്ങൾ നോക്കും. ഇനി അവിടെ എത്തിയിട്ടുള്ള ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ അങ്ങോട്ട് പായുന്നുണ്ടാവും, ബാക്കോട്ട് പായുന്നുണ്ടാവും, മുന്നോട്ട് പായുന്നുണ്ടാവും, മക്കളെ ഇങ്ങനെ ഇടയ്ക്ക് പിടിക്കടും. ഇതെല്ലാം പിന്നെ നേരത്തെ കണ്ടതുണ്ടല്ലോ, അതാ എൻ്റെ അനിയത്തിൻ്റെ മക്കൾസാണ് കേട്ടോ, എൻ്റെ അനിയത്തി. അങ്ങനെ ഇതാ ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ കുറച്ചായിട്ട് കണ്ടാലോ. സത്യം പറയാല, ഇപ്പൊ കണ്ണൂരുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു മാളയൊക്കെ തന്നെയാണ് അടിച്ചും കയറുന്നത്. പിന്നെ പുതിയതായതുകൊണ്ട് ഇരിക്കുമ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ ഞങ്ങളെത്തുന്നതിൻ്റെ മുമ്പായിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, അവർ എന്നെ സ്റ്റാൻഡ് അകത്ത് കയറിയിട്ട് വീട്ടിലേക്ക് എന്നുള്ളത് വായിക്കുന്നുണ്ട് തോന്നും. പിന്നെ നെക്സ്റ്റിൽ കയറിയിട്ടില്ല. ഞാൻ ഈ ഒരു മാളിൻ്റെ അടുക്ക് വന്നിട്ട് ആ വീഡിയോക്ക് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അതുകൊണ്ട് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇട്ടുവിടുമ്പോൾ പിന്നെ പറയാനൊന്നുമില്ലല്ലോ, ഒരു പ്രത്യേക രസം തന്നെയല്ലേ. പിന്നെ മെയിൻ ഉദ്ദേശം പിന്നെ ഇടുന്ന ഫോട്ടോ എടുക്കൽ, വീഡിയോസ് എടുക്കൽ, പിന്നെ ഫുഡ് എടുക്കൽ, അതൊക്കെ തന്നെ ഉണ്ടാവുക. ഭയങ്കര ഒച്ചപ്പാടാണ്. പിന്നെ എന്താ പറയുക, മാളാന്നുള്ളൊരു ബോധമൊന്നും നമുക്കില്ല. എല്ലാവരും കണ്ടുവെക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും. പിന്നെ മക്കൾസൊക്കെ എല്ലാവരും ഉണ്ടല്ലോ.
അങ്ങനെ ഇതാ ലാസ്റ്റ് എല്ലാവരും ഇടാൻ ഒരുമിച്ചിട്ടുണ്ട്. വലിയ ആളൊന്നും പിന്നെ എന്തായാലും വീഡിയോസിലൊന്നും വരില്ല. മക്കൾസിനെല്ലാം പിടിച്ചിട്ട് വീഡിയോയിൽ നിർത്തിച്ച് അത് പ്രശ്നമില്ലല്ലോ, ചെറുതല്ലേ. വലുതാകുമ്പോഴേ എല്ലാവരും മാറ്റങ്ങൾ വരാം, പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളായിരിക്കും. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പണമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണമല്ല, എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ചിക്കൻ ഇല്ലാത്ത പരിപാടിയില്ല, അതെന്തായാലും വേണം, അതിൻ്റെ എന്തെങ്കിലും ആയിട്ട് വേണമെന്ന്. പിന്നെ മക്കൾസിനും വലിയസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് ചിക്കൻ്റെ പരിപാടി തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഇടിയിരുന്നിട്ട് പിന്നെ കഥ പറയലും പിന്നെ ഓരോന്നും ചിരിക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വല്ലപ്പോഴും കുടുംബം ഇങ്ങനെ ഒത്തുകൂടുമ്പം ഒരു പ്രത്യേക രസം തന്നെയല്ലേ, അടിപൊളിയല്ലേ, മാഷാ അല്ലാ, പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നു, ഇനി അടുത്ത ലീവ് കിട്ടുമ്പം ഇതുപോലെ വേറെ സ്ഥലത്തെല്ലാം പോകാമെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഒരുമിച്ചിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഭയങ്കര ഒച്ചപ്പാടും ബഹളും അല്ലാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇതാണ്. അപ്പോഴേക്ക് നമ്മളെ ചിക്കിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര രസമൊന്നും പറയാനൊന്നുമില്ല. മാളാന്നുള്ള ഓർമ്മ ഒന്നും നമുക്കില്ല. അപ്പം വീട്ടിൽ നിന്നെല്ലാം എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അല്ലാ ഇഷ്ടംപോലെ ആളുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പറയുന്നു, നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടാവില്ലേ എന്ന്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ബോധമൊന്നും ഇവിടുന്നില്ല. അങ്ങനെ എല്ലാവരും നല്ലോണം ആസ്വദിച്ചിട്ട് അങ്ങ് കഴിച്ച് ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അല്ലാഹു അക്ബർ. വീടാന്ന് ചോദിച്ചിട്ട് അതിങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് അല്ല, നമ്മളങ്ങനെ പുറത്തുനിന്ന് കളഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. അത് പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ വേറെന്താന്ന് അപ്പം നമ്മളിങ്ങനെ പറയുന്നു, ഇനി അടുത്തത് എവിടെയാണ് പോവുക എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാസത്തിലിങ്ങനെ ഒരു തവണ ഇങ്ങനെ എല്ലാം ഇറങ്ങാമെന്നെല്ലാം പറഞ്ഞ് രസമല്ല. എന്തായാലും മാസത്തിൽ ഒരു തവണ ഒന്നും ഇറങ്ങില്ല. അപ്പം ഇനി അടുത്ത സ്കൂളിൽ ലീവ് കിട്ടുമ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങാമെന്നെല്ലാം പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ ഈ ഒരു സാധനം ഇല്ലാണ്ട് ശരിയാവില്ല കേട്ടോ, അതങ്ങനെയാണ്. പിന്നെ അപ്പോൾ മക്കൾസെല്ലാം പിന്നെ ഇതിലെല്ലാം കയറണമെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോ കഥ പറഞ്ഞ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇതെല്ലാം തന്നെയാണ് പരിപാടി. ഇനി ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഇടുന്ന് ഇറങ്ങും. ഇനി വീട്ടിൽ പോയിട്ട് ഒരു ഉറക്കം തന്നെ ഉണ്ടാവുക. കാരണം വെച്ചാൽ രാത്രിയൊക്കെ ഒന്നും വേണമെന്നില്ല, എന്നാലും സിമ്പിളായിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള കഴിക്കും, അങ്ങനെയെല്ലാം തന്നെയാണ്.